പള്ളിയുടെ വകയാ ഭ്രാന്താശുപത്രി, അല്ലാതെ ഭ്രാന്താശുപത്രിയുടെ വകയല്ല പള്ളി. രണ്ടും ഒന്ന് തന്നെയല്ലേ അച്ചാമ്മേ? അതെങ്ങനെയാ രണ്ടും ഒന്നാകുന്നത് സിസ്റ്ററെ? ഇടവകയിലെ മനുഷ്യകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഭ്രാന്താശുപത്രി. രൂപ എത്ര പള്ളിക്ക് ചെലവാകുന്നതെന്ന് അറിയാവോ? ലാഭനഷ്ടങ്ങളുടെ കണക്ക് പറയാൻ ഇത് റബ്ബർ എസ്റ്റേറ്റ് അല്ലല്ലോ തരക. ഈ വട്ടുകളെയൊക്കെ ഊട്ടി കാശ് കളയുന്നതിന് പകരം റബ്ബർ വെച്ചിരുന്നെങ്കിലേ പള്ളിക്ക് ഇപ്പൊ എന്ത് വരുമാനം ഉണ്ടായേനെ? ഈ പാവങ്ങൾക്ക് വേണ്ടി വെളിയിൽ നിന്ന് കിട്ടിയ സഹതാപ പണമാ നിങ്ങളും വീതിച്ചെടുക്കുന്നത്. ചക്കാത്തിന് വട്ടുകളെ സേവിക്കണമെന്നൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. കർത്താവിന്റെയും ബൈബിളിന്റെയും പേരൊന്നും ഇതിൽ വലിച്ചഴിക്കല്ലേ തരക. സിസ്റ്ററിന് കമ്മിറ്റി അംഗങ്ങൾ എന്ത് പറഞ്ഞാലും എതിരായിട്ടേ തോന്നൂ. അത് നിങ്ങളുടെ തോന്നല അച്ചാമ്മേ. അച്ഛനും പരാതിയുണ്ട്. പള്ളിയിൽ അസമയത്ത് മണിയടിക്കുന്നെന്നും മേടയിൽ തോന്നിയാസം ആൾക്കാർ കയറി ഇറങ്ങുന്നെന്നും. അച്ഛൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞു കാണില്ല. നിങ്ങളും അങ്ങനെ ഒന്നും പറയരുത്. ഇതിനായിരുന്നു കൂടുതലാ. ഒരു കൂടുതലുമില്ല, കണക്കാ. കുറച്ചുകൂടെ സ്മൂത്ത് ആയിരിക്കും. അങ്ങനെ ഇപ്പൊ സ്മൂത്തണ്ട. താൻ അധികം നാളെ ചക്രം പിടിക്കത്തില്ലടൂ. മേസ്തിരി ഇന്ന് കാലത്ത് ഞാൻ അവനെ പാടിപ്പിച്ചതാ. കാലത്ത് എത്ര മണിയായി കാണൂ? ഒരു 7 മണിയായി കാണൂ. ഒരു 7 മണിയായി കാണും. 7 മണിക്ക് പാടത്തില്ല, പറയത്തേ ഉള്ളൂ. നമുക്കിതിന്റെ കാർബറേറ്റർ ഒന്ന് ക്ലീൻ ചെയ്യാം. ഡെൽക്കോയിൽ ചിലപ്പോ വെള്ളം കയറി കാണും. കാർബറേറ്റർ ക്ലീൻ ചെയ്തിട്ട് നമുക്കൊരു ട്രയൽ എടുക്കാം. ഇതെന്തോന്ന് കുന്തം? കാന്തം. എന്റെ ആങ്ങളെ വറീച്ചന്റെ മോളാ. വരട്ടെ. എന്താ നിന്റെ അപ്പച്ചനെയും അമ്മച്ചിയും കൂട്ടിക്കൊണ്ട് വരാഞ്ഞത്? ആവത് വിളിച്ചു നോക്കിയതാ കൊച്ചമ്മേ, വരണ്ടേ? അപ്പച്ചന്റെ ബ്ലേഡും അമ്മച്ചിയുടെ ഫാമും. കൊച്ചമ്മയുടെ എഴുത്ത് കിട്ടിയപ്പോ തന്നെ ഞാനിങ്ങ് പോന്നു. വരൂ.